പത്ത് വീക്ഷണം നമ്മുടെ എല്ലാ മാസവും കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. എല്ലാ മാസവും അപ്പോൾ നമ്മൾ പോയി നോക്കണം. നോക്കിയിട്ട് കണ്ടാൽ ആ മാസം 29 നോക്കണം, കണ്ടിട്ടില്ലെങ്കിൽ 30 തികച്ച് 1-ാം തീയതി ആക്കണം. അത് എല്ലാ മാസം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് മാസം കണ്ടെങ്കിൽ മാത്രമേ ഏത് ആരാധനാകർമ്മങ്ങളും നിർവഹിക്കാൻ പാടുള്ളൂ എന്ന വീക്ഷണമുള്ള ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ യാഥാസ്ഥികരായ പണ്ഡിതന്മാർ മിക്കവാറും ഈ അഭിപ്രായക്കാരാണ്. നേരത്തെ പണ്ട് മുതലേ ഈ അഭിപ്രായം പുലർത്തുന്നവരായിരുന്നു അവർ. ഈ എല്ലാ മാസവും കാണണം. രണ്ടാമതൊരു വീക്ഷണമുള്ളത് ഒരു മാസവും കാണേണ്ടതില്ല. ഒരു മാസവും കാണേണ്ടതില്ല. എല്ലാം കണക്ക് കൂട്ടി നമ്മൾ നോമ്പും പെരുന്നാളും മറ്റെല്ലാ സംഗതികളും കണക്ക് കൂട്ടിയാൽ മതി. നമുക്ക് കലണ്ടർ നോക്കി അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഈ മാനത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ കണക്കിനുള്ള സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞതാണ് നിങ്ങൾ നോക്കണം, കാണണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും കലണ്ടർ നോക്കി അങ്ങനെ തന്നെ നമ്മൾ ഈ ആരാധനാ കർമ്മങ്ങൾ നോമ്പും പെരുന്നാളും ഒക്കെ നിർവഹിച്ചാൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ വീക്ഷണം. എന്നാൽ മൂന്നാമത്തെ വീക്ഷണം, ഈ രണ്ട് വീക്ഷണത്തിൻ്റെയും മധ്യയുള്ള ഒരു വസതായ വീക്ഷണമാണ് നമ്മുടെ 1970 മുതൽ ഹിലാൽ കമ്മിറ്റി നിലനിർത്തി പോരുന്ന വീക്ഷണം. അതാണ്, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊക്കെ മാസം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മാസമൊക്കെ കാണണം, അല്ലാത്ത മാസങ്ങൾ കാണേണ്ടതില്ല, കലണ്ടർ അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണണം എന്ന് നിർബന്ധമായി കൽപ്പിച്ച മാസങ്ങൾ ഏതാണ്? അത് ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂമു ലിറുയതിഹി വഫ്തിറു ലിറുയതിഹി വഅൻസികൂ ലഹ. ഇതാണ് 3 മാസങ്ങൾ. റമദാൻ മാസത്തിൽ കണ്ടാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക. വഫ്തിറു ലിറുയതിഹി, അത് ശവ്വാൽ മാസത്തെ പറ്റിയാണ്. നോമ്പ് അവസാനിപ്പിക്കുക, അത് നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. വഅൻസികൂ ലഹ, ഹജ്ജ് നിർവഹിക്കുക, അല്ലെങ്കിൽ വലി ഹജ്ജ്, അത് നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. 3 മാസത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണണം എന്ന് കൽപ്പനാസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ 3 മാസവും നിർബന്ധമായി കണ്ടേ പറ്റും. ബഹുമാനായ സക്കരിയ മൗലവി ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ 3 നിലപാട് ഇവിടെ ഉണ്ട്. ഒന്ന്, എല്ലാ മാസവും കാണണം എന്നുള്ള നിലപാടാണ്, അത് യാഥാസ്ഥിക നിലപാടാണ്. പിന്നെ രണ്ടാമത്തേത് ഒന്നും കാണണ്ട എന്ന നിലപാടാണ്, അത് മർക്കസ്ദ വിഭാഗത്തേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ന്യൂണിലേക്ക് ഒരു വിഭാഗത്തെ ആയിരിക്കും. മൂന്നാമത്തെ ഒരു മധ്യമ നിലപാടാണ്. അതെന്താ വെച്ചാൽ 3 മാസം നിർബന്ധമായി നോക്കുക, പിന്നെ എന്ത് ചെയ്യുക, പിന്നെ കലണ്ടർ നോക്കുക. ഈ കലണ്ടർ നോക്കുക എന്നുള്ള പ്രയോഗം ഒരു തെറ്റിദ്ധാരിപ്പിക്കലാണ്. കണക്ക് നോക്കുക എന്ന് പറയണ്ടേ, അത് ഈ കണക്ക് നോക്കുക എന്ന് പറയുന്ന ഒരു മടിയുള്ളതുകൊണ്ടാണ് ഈ കലണ്ടർ എന്നുള്ള പദപ്രയോഗം നടക്കണം. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ സംഗതികൾ നമ്മൾ പ്രാമാണികം, നമുക്കൊരു പക്ഷപാതിത്വമില്ലാതെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ ഒന്നും നമ്മൾ വൈജ്ഞാനിക വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ സത്യസന്ധമായിക്കൊണ്ട് ഖുറാനിലേക്കും സുന്നത്തിലേക്ക് നോക്കുക. ഖുറാനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുറാനിൽ കാണും യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. പിന്നെ വിശുദ്ധ ഖുറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ നിങ്ങളോട് അവർ ചോദിക്കുന്നു പിന്നെ അഹില്ലകളെക്കുറിച്ച്, ഹിലാലുകളെക്കുറിച്ച്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള മീഖാത്താണ്. അപ്പോൾ ഓരോ ഹിലാലുകളും മീഖാത്തുകളാണ്. അപ്പോൾ എന്താണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം? ഇത് വളരെ വ്യക്തമായി മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്താവയിൽ ഈ ആയത്ത് കൊടുത്തിട്ട് അദ്ദേഹം കൊടുക്കുന്നൊരു വിഷയം ഞാൻ പറയാം. അദ്ദേഹം പറയാണ്, ഫഅഖ്ബർ അന്നഹ മവാഖീതു ലിന്നാസ്, ഹിലാലുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള മീഖാത്താണ്. വഹാദാ ആമുൻ ഫി ജമീഇ ഉമൂരിഹിം, ഇതവിടെ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ റമദാനിലെ നോമ്പോ അല്ലെങ്കിൽ ഹജ്ജ് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് ഏത് ഹിലാൽ. പിന്നെ ഇവിടെ യസ്അലൂനക ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഹജ്ജ് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ വലിയ അന്നൽ ഹജ്ജ് തശ്ഹദുൽ മലായികത്തു വഗൈറുഹും, മലക്കുകളടക്കം സാക്ഷി നിൽക്കുന്ന ഹജ്ജിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. മാത്രമല്ല വലിയ അന്നഹു യകൂനു ഫി ആഖിരി ശുഹൂരിൽ ഹൗലി, വർഷത്തിൻ്റെ അവസാനം നടക്കുന്ന ഒരു പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ആ വർഷത്തിനൊരു അലം എന്ന നിലക്കാണ് ഇവിടെ ഹജ്ജിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇദ്ദേഹം പറയാണ്, ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ മീഖാത്തുകൾ 5 പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾക്കും ഹിലാൽ മാത്രമാണ് മാനദണ്ഡം ഖുർആൻ പറഞ്ഞു. അതിലേതാണ്? ഒന്ന് വഹാദ യദ്ഖുലു ഫി സിയാം, ഒന്ന് നോമ്പ്, ഹജ്ജ്, മുദ്ദത്തുൽ ഈലാ വൽ ഇദ്ദ, സ്ത്രീകളുടെ ഇദ്ദ, അതിനൊക്കെ ആയത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഇത് നമുക്കറിയാം, ഭർത്താവ് മരിച്ച് 4 മാസം 10 ദിവസം. ഈ 4 മാസം 10 ദിവസം കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? ജനുവരി ഫെബ്രുവരി മാർച്ച് അല്ലല്ലോ, അറബി മാസമാണ് ഹിലാൽ. അപ്പോൾ ഈ അറബി മാസം കണക്കാക്കേണ്ടത് ഹിലാലാണ്. അല്ല പറയണം, ഇദ്ദയുടെ മാനദണ്ഡം, ഈ മാസത്തിൻ്റെ മാനദണ്ഡം ഹിലാലെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അത് വിശുദ്ധക്കാർ പുതിയതുണ്ടാക്കിയതല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു. അതുപോലെ തന്നെ സൗമുൽ കഫാറ, 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് എടുക്കണം. ഏത് മാസം നോക്കാം? റമദാൻ അല്ലാത്ത ദിവസം മാസങ്ങൾ നോക്കേണ്ടി വരിക. ആ മാസം 2 മാസം നമ്മൾ കണക്കാക്കുക. ഈ മാസം 2 മാസം, ഇപ്പോൾ ഇവരുടെ വാദപ്രകാരം 3 മാസത്തിലാകെ നോക്കേണ്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നു ഈ അഹില്ലകൾ ഈ മനുഷ്യന്മാരുടെ മീഖാത്തിലുള്ളതാണ്. ആ മീഖാത്തിൽപ്പെട്ടത് ഖുർആനിൽ പറഞ്ഞ 5 മീഖാത്ത്, അതിൽ ഒന്നാണ് പിന്നെ നോമ്പ്, സൗമുൽ കഫാറത്ത്, ഈലാ, ഹജ്ജ്, സിയാം, വഹാദിൽ ഖംസത്ത് ഫിൽ ഖുർആൻ. ഈ 5 ഈ 5ൻ്റെയും മാനദണ്ഡം ഏതാണ്? ഹിലാലാണ്. അപ്പോൾ ഈ ഹിലാൽ നോക്കാതെ, ഇപ്പോൾ നമുക്ക് ഇവിടെ വാദപ്രകാരം 3 മാസം മാത്രം നോക്കാൻ. അപ്പോൾ ഈ ഖുർആൻ്റെ കൽപ്പന എന്ത് ചെയ്യും? യസ്അലൂനക ഇപ്പോൾ സൂമു ലിറുയതിൽ കൽപ്പന വന്നിട്ടില്ല, അത് റമദാനിക്ക് മാത്രം. നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ പറയുന്നു ഈ ഖുർആനിൻ്റെ ഈ ഒരു ആഹ്വാനം, യസ്അലൂനക ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ഈ ജനങ്ങൾക്കുള്ള മീഖാത്ത് 5 അള്ളാഹ് പറഞ്ഞു ഖുർആനിൽ. ഈ ഖുർആനിൽ പറഞ്ഞ 5 യഥാർത്ഥത്തിൽ അത് ഹിലാലിൻ്റെ അടിസ്ഥാനത്തിലില്ലാതെ ശരിയാവുകയില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെ പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നു, ഫഇന്നനാ നഅലമു ബിൽ ഇത്റാർ മിൻ ദീനിൽ ഇസ്ലാം അന്നൽ അമല ഫി റുയത്തിൽ ഹിലാൽ വസ്സൗം വൽ ഹജ്ജ് വൽ ഇദ്ദ വൽ ഇലാ വഗൈറ ദാലിക മിൻ അഹ്കാമിൽ മുഅല്ലഖ ബിൽ ഹിലാലി ബിഖബറിൽ ഹാസിബ് അൻഹു യറഉ ലാ യജൂസ്. ഹിലാലല്ലാതെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ലാ യജൂസ്, അനുവദനീയമല്ല. ഇവിടെ 3 മാസം നോക്കി ബാക്കി കലണ്ടർക്ക് നോക്കുക. അവർ ഇദ്ധരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച് 4 മാസം 10 ദിവസമാണെങ്കിൽ അവൾ കലണ്ടർക്ക് നോക്കുന്നത്, അത് കണക്ക് നോക്കണം എന്ന് പറഞ്ഞവിടെ. അതാണ് വസത്തിയത്ത് എന്ന് പറഞ്ഞു. വസത്തിയത്ത് ഈ 4 മാസം കണക്ക് പിന്നെ 9 മാസം കണക്ക് നോക്കലാണ് വസത്തിയതെങ്കിൽ ഈ ആയത്ത് എന്ത് ചെയ്യും? മാത്രമല്ല അദ്ദേഹം പറയാൻ വൻ നുസൂസുൽ മുസ്തഫീദത്തു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക കസീറ,
ഇതിനൊക്കെ ഹിലാൽ നോക്കണം എന്നുള്ള ഇഷ്ടം പോലെ തെളിവുണ്ട്. വഖദ് അജ്മഅ അൽ മുസ്ലിമൂന അലൈഹി, മുസ്ലിമീങ്ങൾ അതിൽ യോജിച്ചിട്ടുണ്ട്. വലാ യുറഫു ഫി ഖിലാഫുൻ ഖദീമുൻ അസ്ലൻ, ഒരു ഖിലാഫും ആ വിഷയത്തിൽ വന്നിട്ടില്ല. മാത്രമല്ല ഖദീമായിട്ടുള്ള വലാ ഖിലാഫ് ഹദീസ്, പുതുതായിക്കൊണ്ടും പുതിയ കാലഘട്ടത്തിലും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഇല്ല അനിൽ ബഅദ് മുതഅഖിരീന, എന്നാൽ കുറച്ച് 3 നൂറ്റാണ്ടിൽ ശേഷം വന്ന കുറച്ച് ആൾക്കാർ ഈ വിഷയത്തിൽ ഹിസാബുമായി കൊണ്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരാണെന്നറിയും, അദ്ദേഹം പറയണം അത് ഇസ്മായിലികൾപ്പെട്ടിട്ടുള്ള ചില ഷിയാക്കളും അതുപോലെ തന്നെ അത്തരം അക്കാരമായ ആളുകൾ മാത്രമാണ്. അതല്ലാതെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ വിഷയത്തിൽ ഈ വാദവുമായി കൊണ്ട് കടന്നു വന്നിട്ടുള്ളത്, ആൾക്കാരല്ല. അല്ല. ഇനി മാത്രമല്ല, വളരെ വ്യക്തമായി അദ്ദേഹം പറയാണ്, ഇത് ഈ ഉമ്മത്തിന് മാത്രമല്ല, അതായത് എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം ഹിലാലായിരുന്നു എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രമല്ല. വഖദ് ബലഗനി അന്ന ശറഅ ഖബ്ലന അയ്ദൻ ഖദ ഉല്ലഖത അഹ്കാം ബിൽ ഹില്ല, നമ്മുടെ മുമ്പുള്ള മുസാനബിയുടെ ശരീരത്തിലും ഈസാനബിയുടെ ശരീരത്തിലും ഇബ്രാഹിമിയുടെ ശരീരത്തിലും മുനോഹിയുടെ ശരീരത്തിലും ഒക്കെ അവരുടെ ആരാധനകൾ ഹിലാലുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ വൈന്നമ ബദ്ദലമൻ ബദ്ദലം മിനത്ബാഹിം, അത് പിന്നീട് മാറ്റിയതാരാണ്? ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലാ മാസവും ഹിലാലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇത് തർക്ക വിഷയമല്ലാതെ അദ്ദേഹം പറയുന്നുണ്ട്. കമാ യഫ്അലുൽ യഹൂദ് ഫി ഇജ്തിമാഇൽ ഖറസീൻ, എന്നിട്ട് അദ്ദേഹം ഈ സൂര്യൻ്റെ മാറ്റങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്ന സംഗതികളുണ്ട്. എന്നിട്ട് അവസാനം ഈ വിഷയം അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ഫത്താവിൽ അവസാനിപ്പിക്കണം. ഫളഹറ, ഈ പറഞ്ഞതിലൊക്കെ നമുക്ക് വ്യക്തമായുണ്ട്. അന്നഹു ലൈസ ലിൽ മവാഖീതി ഹദ്ദുൻ ളാഹിറുൻ ആമുൽ മഅരിഫ, ഈ വിഷയത്തിൽ അഥവാ ദീന് മീഖാത്ത് നിശ്ചയിച്ച, ദീന് സമയം നിശ്ചയിച്ച ഇബാദത്തുകൾക്ക് നമുക്ക് വേറെ ഒരു മാർഗവുമില്ല ഇല്ലൽ ഹിലാലല്ലാതെ. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫത്വയിൽ വിസ്തക്കാർ കടത്തി കുട്ടിയല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യം. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നസ്സാണ്. പിന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസവും നോക്കിയിരുന്നു. ഇതിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയപ്പെട്ട ഇബാദത്തുകൾ മുഴുവൻ ഹിലാലുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇവിടെ വസത്തിയത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് വെച്ചാൽ 3 മാസമാണ് പ്രവാചകൻ്റെ കൽപ്പനകൾ. ശബിസ്വലം പറയും ഇവിടെ അതല്ലാത്ത ദിവസങ്ങൾ നമുക്ക് കലണ്ടർ നോക്കാം. യഥാർത്ഥത്തിൽ കലണ്ടർ എന്നുള്ളത് കണക്കാണല്ലോ, കണക്ക് നോക്കാനായി പറഞ്ഞത്. യഥാർത്ഥത്തിൽ മാസപ്പിറയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് എന്നൊരു ഏർപ്പാടന്നല്ല, കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാസഗണന നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞു? ഇപ്പോൾ ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിൽ കാണാം, വമിൻ ഹാദ യതബയ്യൻ, കുറേ വിശദീകരിച്ച് കഴിഞ്ഞ ശേഷം പറയണം, വമിൻ ഹാദ യതബയ്യൻ അന്നൽ മഅൂല അലൈഹി ഫി ഇസ്ബാത്തി സൗമി വൽ ഫിത്രി വസായിരി ശുഹൂർ, നോമ്പും പെരുന്നാൾ വസായിരി ശുഹൂർ ഇതര മാസങ്ങളും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹുവ റുഹിയ, ഒന്നുകിൽ മാസപ്പിറവിയാണ്, ഔ ഇക്മാലുൽ ഇദ്ദ, അതല്ലെങ്കിൽ 30 തികയിലാണ്. ഉലാ ഇബ്റത ശർഅൻ ബി മുജറദി വിലാദത്തിൽ ഖമരി ഫി ഇസ്ബാത്തി ഷഹ്റിൽ ഖമരി, ചന്ദ്രൻ അവിടെ ഉണ്ട് എന്നുള്ള എന്തല്ല, അങ്ങനെ ചില ആൾക്കാർ ഇപ്പോൾ ന്യൂമൂണ്ട് ആൾക്കാർ അവിടെ ഉണ്ടായാൽ മതി കാണണ്ട, അതുപോലെ മർക്കസ് വിഭാഗത്തിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായാൽ മതി കാണണ്ട, അതൊരിക്കലും ഒരു മാനദണ്ഡമല്ല. ബിദാഅൻ വൻതിഹാൻ, മാസം തുടങ്ങാനും അവസാനിക്കും. ബിജ്മാഇ അഹ്ലിൽ ഇൽമി മുത്തദബി, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്. മാലം തസ്ബത്ത് റുയത്തു ശർഅൻ, ശർഈ ആയിക്കൊള്ളതിനെ കാണാത്തിടത്തോളം കാലം അതൊരിക്കലും മാനദണ്ഡമല്ല. ഇനി കേട്ടോളി, വഹാദ ബിന്നിസ്ബത്തി ലിതൗഖീത്തിൽ ഇബാദാത്ത്, ഇത് ഇബാദത്തിൻ്റെ തൗഖീത്തുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ മുആസിരീങ്ങളായ ആളുകൾ കുറച്ച് ആൾക്കാർ അതല്ല കണക്ക് നോക്കൊക്കെ പറയുന്നുണ്ട്. വമൻ ഖാലഫ ഫീ ദാലിക മിൻ മുആസിരീന ഫമസ്ബൂഖു ബിജ്മാഇ മിൻ ഖബ്ലഹു വഖൗലുഹു മർദൂദ്, അവരുടെ കൗലുകൾ എന്താണ്? മർദൂദൻ. കാരണം ലിഅന്നഹു ലാ കലാമ ലിഅഹദി മഅ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മഅ ഇജ്മാഇ സലഫി, റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് അവിടെ ഉണ്ട്, സലഫിൻ്റെ ഇജ്മാ ഉണ്ട്, പിന്നെ അവിടെ കലണ്ടർ അതുപോലെ തന്നെ കണക്ക് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഇബ്റത്തുമില്ല എന്നാണ് ഈ വിഷയം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല ഇതിൻ്റെ ലജ്നത്തുൽ ദായിമയുടെ ഫത്താവി നമുക്ക് കാണാം. അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയാണ്, ഫറുജൂഉ ഫി ഇസ്ബാത്തി ശുഹൂറിൽ ഖമരിയ്യ ഇലാ ഇൽമി നുജൂം, നക്ഷത്രങ്ങൾ അഥവാ കണക്കിനെ അവലംബിക്കുക. ഈ ചന്ദ്രൻ്റെ മാസപ്പിറവിയുടെ വിഷയത്തിൽ ചന്ദ്രൻ്റെ അല്ലെങ്കിൽ മാസങ്ങളുടെ അടിസ്ഥാനം അത് കണക്ക് അവലംബിച്ചുകൊണ്ട് ചെയ്യുക, അതിലേക്ക് കണക്കിലേക്ക് മടങ്ങുക എന്നുള്ളത് ഫി വദിൽ ഇബാദാത്തി വൽ ഖുറൂജ് മിൻഹ, ഇബാദത്തുകൾ തുടങ്ങാനും അവസാനിപ്പിക്കാനും ദൂന റുഅ്യ, കാഴ്ചയില്ലാതെ ഹിലാലില്ലാതെ കണക്കടിസ്ഥാനം മിനൽ ബിദ്അഇ അല്ലത്തി ലാ ഖൈറ ഫിഹാ, അത് ബിദ്അത്തല്ല. അതുകൊണ്ടാണ് ഹെഡിങ്ങിൽ കൊടുത്ത പുത്തൻവാദം. ഇതൊരു പുത്തൻവാദം. അത് നമ്മൾ വലാ മുസ്തനദ ലഹാ മിന ശരിയ, ശരീഅത്തിൽ അടിസ്ഥാനമല്ല. പിന്നെ അവർ പറയാണ്, കുറച്ച് ആൾക്കാർ ഇത് ഇഷ്ടത്തിന് മാത്രമുള്ള ആവാസ ഇന്നൊക്കെ മംലക്കത്ത് സൗദിയിൽ എന്താണ്, ഫൈനൽ മംലക്കത്തുൽ അറബിയ്യത്ത് സഊദിയ മുത്തമസ്സിക്കത്തും ബിമാ കാന അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലഫ് സ്വാലിഹ് മിൻ ഇസ്ബാത്ത് സിയാം വൽ ഇഫ്താർ വൽ അയാദ് വഖാത്തിൽ ഹജ്ജ് വനഹ്വിഹ ബിറുയത്തിൽ ഹിലാൽ, എല്ലാം റുയത്തുൽ ഹിലാലാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മുഹറത്തിൽ വരെ അവർ ദുൽഹിജ്ജ മാസം 30 തേച്ചിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. കാരണം മാസപ്പേര് കാണാൻ സാധ്യതയില്ല, കണ്ടിട്ടില്ല. ഇതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംബന്ധിച്ചപ്പോൾ ഒരു വസത്തിയത്തിൻ്റെ വർത്തനം പറഞ്ഞു. ഈ വസത്തിയത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഒരു ടീം ഒന്ന് പറഞ്ഞ് മറ്റേ ടീം വേറെ ഒന്നും പറഞ്ഞു. അപ്പോൾ ഒരു ടീം പറഞ്ഞപ്പോൾ രാവിലെയാണ്, മറ്റേ ടീം പറയാൻ നല്ല രാത്രിയാണ്. നമ്മൾ വസത്തിയത്ത് ഉച്ചെന്ന് വൈകുന്നേരം എന്ന് പറയാൻ, അതൊരു വസത്തിയത്തല്ലല്ലോ. വസത്തിയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി എന്ന് പറയുന്നത് പ്രമാണത്തിലാണ്. അതെ, അതായത് ഇപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി എന്ന് പറയുന്നത് വസത്തിയത്ത്, ഇപ്പോൾ പകലാണെങ്കിൽ പകൽ എന്ന് പറയുന്നത് വസത്തിയത്ത്. ഈ വസത്തിയത്ത് എന്നുള്ള പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നത് വജഅൽനാകും ഉമ്മത്തൻ വസത്ത, എന്തുകൊണ്ടാണ് പറഞ്ഞത്? യഹൂദികൾക്ക് ശരീഅത്ത് ഇറക്കി കൊടുത്തു, അവർ അതിൽ പലതും ഗുലൂവ് കാണിച്ചിട്ടുണ്ടാക്കി, അതിൽ കവിഞ്ഞു പോയി. അതിനുശേഷം വന്ന ക്രൈസ്തവർക്ക് ശരീഅത്ത് കൊടുത്തു, ആ ശരീഅത്തിന് അവർ പലതും ഉണ്ടാക്കി, അവർ വെട്ടിക്കുറച്ച് അവർ വേറെ ലഘുവാക്കി മാറ്റി. എന്നാൽ ഇസ്ലാമിൻ്റെ വസത്തിയത്ത് എന്ന് പറഞ്ഞത് കൊടുത്തതുപോലെ നിലനിർത്തുന്ന മതം നിൽക്കണം. അല്ലാതെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അതിനെ നടുപിടിക്കണീന്ന് വസത്തിയത്ത് എന്ന് ഭാഷയിൽ പറയാമെന്നല്ലാതെ എന്തല്ല ദീനിൽ വസത്തിയത്ത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല ഈ സൂമുലി റുയത്തിഹി അഫ്തിറുലി റുയത്തിഹി, പിന്നെ ശേഷം വേറെന്തോ ഒരു ഇതുകൂടി പറയുന്നുണ്ട്. ഞാൻ കുറേ ഹദീസുകൾ തപ്പിക്കിയിട്ട് അങ്ങനത്തെ ഒരു പദം കണ്ടില്ല, നമ്മൾ അറിവിൻ്റെ കുറവാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ പദം അത് ഹജ്ജുമായി ബന്ധപ്പെട്ട് വംസിക്കുന്ന അങ്ങനെ എന്തോ ഒരു പ്രയോഗം പ്രയോഗിച്ചു. മുത്തഫഖുൻ അലൈഹിയായി വന്ന ഹദീസുകളും സഹിഹായി വന്ന ഹദീസുകളൊക്കെ കാര്യമായിട്ട് സൂമുലി റുയത്തിഹി അഫ്തിറുലി റുയത്തിഹി എന്നുള്ള ഇത് റമളാനിലേക്ക് മാത്രമാണ് ഖാസാണ്
അല്ലെങ്കിൽ ഇത് ഷവ്വാലിലേക്ക് മാത്രം ഖാസാണ് എന്ന് പറയാൻ എന്താണ് തെളിവ് എന്നുള്ളതാണ്. കാരണം ഈ ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നിടത്തൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അൽ അസ്ലു ഫി സുബൂത്തി ഷഹരി റുയത്തുൽ ഹിലാൽ എന്നാണ്. ഒരു അസ്ലു പറയണമെന്നുണ്ടെങ്കിൽ അൽ അസ്ലു എന്ന് പറഞ്ഞ അസ്ലു പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ ഹദീസുകളും കുറേ ആയത്തുകളും മുമ്പിൽ വെച്ചിട്ട് അതിൽ നിന്നാണ് അസ്ലു പറയാം. അവിടെ പറഞ്ഞത് അൽ അസ്ലു ഫി സുബൂത്തി ഷഹരി, ഒരു ഷെഹർ സ്ഥാപിക്കപ്പെടുവാനുള്ള അസ്ലി എന്ന് പറയുന്ന റുയത്തുൽ ഹിലാൽ, അത് ഹിലാൽ കാണുക എന്നത് തന്നെയാണ്. ഇനി അവിടെ ഇപ്പോൾ റമദാനിൻ്റെ ചർച്ച അതുപോലെ തന്നെ ഷവ്വാലിൻ്റെ ചർച്ചയും കാര്യമായി വരാനുള്ള കാരണം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം നോമ്പൽക്കൽ നിർബന്ധമാണ്. അപ്പോൾ കൂടുതൽ ചർച്ച പണ്ഡിതന്മാർ അതിനെ കേന്ദ്രീകരിച്ച് നടത്തി എന്നതല്ലാതെ ഒരിക്കലും അതെന്തല്ല ഒരു ഖാസ് റമദാനിലേക്ക് ഖാസാക്കാനുള്ള തെളിവല്ല സൂമൂലി റുയത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽ എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന ചോദ്യത്തിന്, ആ നോമ്പിന് എങ്ങനെയാണ് ദിവസം കണക്കാക്കേണ്ടത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി അതുതന്നെയാണ്, സൂമൂലി റുയത്തിഹി തന്നെയാണ്. അതായത് അയ്യാമുൽ ബീദ് അഥവാ ചന്ദ്രമാസപ്രകാരം 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോക്കുമ്പോൾ ആ 13, 14, 15 കണക്കാക്കേണ്ടത് ഈ ഹിലാൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കലണ്ടർ നോക്കലല്ല. ഇനി അത് വസത്തിയത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് പറയേണ്ടത്, കണക്ക് നോക്കുന്ന ആളുകൾ ഇതിൻ്റെ കാലത്തുണ്ട്. അതുകൊണ്ടാണ് ജൂതന്മാർ അവരുടെ ആഘോഷങ്ങൾ മുഴുവനും കണക്ക് നോക്കിക്കൊണ്ട് ചെയ്ത ആളുകളാണ്. കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ജൂതന്മാർ എന്തായത് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മൾ കണക്ക് നോക്കാറില്ല, നമ്മൾ കണക്ക് കൂട്ടാറില്ല എന്നൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഒരു മുഖാലഫത്തുൽ യഹൂദ് കൂടി എന്തുണ്ട്, അവർ ആ യഥാർത്ഥ വസത്യത്തിൽ നിന്ന് തെറ്റിയ ഒലുവിലേക്ക് പോയതാണ് അവർ കണക്കൊക്കിയത്. അവിടെ ആ കാര്യം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് പകരമാണ് എന്താക്കുന്നത് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് ഇപ്പോൾ കണക്ക് നോക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ ഇത്ര റിസ്ക് ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഒന്ന് പറഞ്ഞിട്ട് മതി, മാസം കിട്ടുന്ന എന്നിപ്പോൾ മേഘം ഉണ്ടായതുകൊണ്ട് കാണാത്തതാണ്, മേഘം ഉണ്ടായതുകൊണ്ട് കാണാത്തതാണ്. അതിന് ഒമ്മ ആലേക്കും ഫാത്തിമിൽ ഇദ്ദത്തെ സലാസി എന്ന് പറഞ്ഞപ്പോൾ മേഘാവൃതമായി കഴിഞ്ഞാൽ 30 അയക്കണം എന്ന് പറഞ്ഞു. എന്തിൻ്റെ ആവശ്യം എന്താണ്? ജിബ്രീലിനെ അറിയില്ലപ്പോൾ ഇത് ജിബ്രീലിനെ സംബന്ധിച്ചിടത്തോളം മേഘം ഇതൊന്നും ഒരു വിശാല സംഭവമല്ലല്ലോ. കാരണം 7 ആകാശത്തിൻ്റെ മേഘം തന്നെ. മേഘം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനം. ഒരു വഹി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നിട്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 30 അയച്ചാലിടാം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കേണ്ടത്. ഇപ്പോൾ റമദാനിലൊരു നോമ്പ് കളയാം, അല്ലെങ്കിൽ റമദാൻ 30 കഴിഞ്ഞ് 30 അന്ന് 29 മാസം കണ്ടില്ല, എൻ്റെ മാസമുണ്ട് ഉദയമുണ്ട് മാസമുണ്ട്, ഉദയം ഉണ്ട് മാസമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ അതിന് ഉമ്മ ആലേക്കും. അപ്പോൾ ചൊവ്വാൽ 1-ന് ഈ സാധുക്കളെ കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കേണ്ടതിന് പകരം നോമ്പ് നോൽപ്പിക്കുക. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോൾ അവിടെയൊക്കെ ഇതിൽ നിന്നൊക്കെ അഖിലിയായിക്കൊണ്ടും നഖിലിയായിക്കൊണ്ടും ഫിത്തറിയായിക്കൊണ്ടും 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ എന്താക്കാറുള്ളത്, തെളിവിടിക്കാറുള്ളത്. ഇതിൽ നിന്ന് ഈ 3 രൂപത്തിൽ തെളിവിടിച്ചാലും റുയത്തുൽ ഹിലാൽ എല്ലാ മാസവും കാണണം, എല്ലാ മാസവും കാണണം. അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വസത്തിയത്ത്, അതാണ് ഇസ്ലാമിൻ്റെ നയം. അല്ലാത്തത് ബിദ്അത്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാസം 30 ആയിട്ടുണ്ട്, എങ്ങനെ കണക്കാക്കേണ്ടത്? പൂർത്തിയാവണം, അല്ലെങ്കിൽ മാസം അല്ല 30 എന്നുള്ളത് കലണ്ടറിലല്ല കണക്കാക്കേണ്ടത്. റമദാൻ ഇന്നിപ്പോൾ മാസം കാണാൻ വേണ്ടി പോകണല്ലോ. അഥവാ ഇത് ഷാബാൻ 29 എന്ന് പറയണമെങ്കിൽ എന്താ വേണം? 29 മനസ്സിലാണ് റുയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കണക്കാൻ പറ്റുള്ളൂ. പിന്നെ കണക്കിനെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? കണക്കിനെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ചന്ദ്രനും അതുപോലെ തന്നെ സൂര്യനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സഞ്ചാര ഭ്രമണ പദങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്, അതിലൂടെ സഞ്ചരിക്കുള്ളൂ. അപ്പം മാസം കാണാൻ സാധ്യതയില്ലാത്തൊരു ദിവസം, കൃത്യമായ കണക്ക് പ്രകാരം മാസം കാണാൻ സാധ്യതയില്ലാത്ത ദിവസം മാസം കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഒരു നിലക്കും മാസം കാണാൻ സാധ്യതയില്ലാത്ത ദിവസമാണ്. ആ രംഗത്താണ് കണക്കിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷെയ്ഖ് അതിൽ മറ്റേ ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പഴയ 70 മുതൽ തന്നെ എന്താണ് 3 മാസം കണ്ടാൽ മതി, ബാക്കി കാണണ്ടെന്ന്. അതിന് എന്തെങ്കിലും ഒരു ഹിലാൽ കമ്മിറ്റിയുടെ ഒരു ഔദ്യോഗിക രേഖയോ മറ്റോ ഉണ്ട്? തെറ്റിദ്ധരിപ്പിക്കില്ല. അതായത് ഹിലാൽ കമ്മിറ്റി ഈ പണ്ട് കാലം മുതലേ 3 മാസം കണ്ടാൽ മതി എന്നുള്ള നിലപാടാണ് എന്നുള്ളതിന് പ്രാമാണിക രേഖകൾ നമ്മൾ കണ്ടിട്ടില്ല. ഹിലാൽ കമ്മിറ്റി യഥാർത്ഥത്തിൽ ഇവിടെ രൂപം കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ മാസപ്പിറവി എന്ന് പറയുന്നത് ഈ ഒരു കാതിമാർ തമ്മിലുള്ളൊരു ഒരു വടംവലിയുടെയും സമുദായം അതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങി അമർന്ന് നോമ്പും പെരുന്നാളും ഒരു വീട്ടിൽ തന്നെ 2-3 ഒക്കെ ആകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ മാത്രമല്ല അവരുടെ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി മാസം ഇല്ലാത്ത ദിവസങ്ങളിലും മാസം പ്രഖ്യാപിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിന് തടയിടാൻ മാസം കാണാൻ സാധ്യതയില്ലാത്ത ദിവസം മാസം കണ്ടാൽ അംഗീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് പ്രത്യേകിച്ച് ഈ 3 മാസങ്ങളിൽ. കാരണം അതാണ് പ്രധാനപ്പെട്ട മുസ്ലിങ്ങൾ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ വരുന്നത്. അതല്ലാതെ 3 മാസങ്ങളെ നോക്കാൻ റസൂലുള്ളാഹിന്റെ കൽപ്പനയുള്ളൂ, അതുകൊണ്ട് മറ്റു മാസങ്ങൾ നോക്കൽ യാഥാസ്ഥിക നിലപാടാണ് എന്ന് ഈ ഹിലാൽ കമ്മിറ്റി ഇത്രയും കാലത്തിനിടയ്ക്ക് എവിടെയെങ്കിലും പറഞ്ഞതായിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അത് പറയുന്ന ആളുകൾ ആണ് തെളിവാചാരക്കുണ്ട്. മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. 2006 പുറത്തിറങ്ങിയിട്ടുള്ള വിചിന്തനത്തിൽ നമുക്ക് കാണാം, ഓരോ മാസത്തെയും സൂചിപ്പിക്കുന്ന അഹില്ല കാണുകയും കാണുന്ന ദിവസം മുതൽ എണ്ണം കണക്കാക്കുകയും ചെയ്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രത്തിൽ നിർണ്ണയിച്ചത്. ഹിലാലല്ലാത്ത ചന്ദ്രനെ മറ്റേതെങ്കിലും മനാസിക്കിൽ നോക്കി തീയതി മനസ്സിലാക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദുൽഹജ്ജ് 1-ന്റെ പിറവി കണ്ടതിന് ശേഷം 8 നാളുകൾ എണ്ണി കണക്കാക്കിയാണ് പ്രവാചകൻ മനുഷ്യന്മാർ ദുൽഹജ്ജ് 8 അഥവാ യൗമുത്തർവിയ നിശ്ചയിച്ചത്. അല്ല ദുൽഹജ്ജ് 8-ന്റെ ചന്ദ്രൻ നോക്കി ആ ചന്ദ്രന്റെ വലുപ്പവും അതിൻ്റെ സ്ഥാനവും മനസ്സിലാക്കി തീയതി നിശ്ചയിക്കുന്നില്ല. ഈ മാർഗ്ഗം തന്നെയാണ് ഇസ്ലാമികമായി ഏത് തീയതിയും നിശ്ചയിക്കാൻ നാം സ്വീകരിക്കേണ്ടത്. ഇത് 2006 പുസ്തകമാണ്, എൻ്റെ മുമ്പുള്ളതാണ്. ഇനി മാത്രമല്ല മാസപ്പിറവി നബിചര്യയും ശാസ്ത്രത്തിലും എന്ന് പറയുന്ന പുസ്തകം കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ച AP അതിൻ്റെ അവതാരിക എഴുതി കൊടുത്തത്. എല്ലാ ചന്ദ്രമാസം 30-നും ചന്ദ്രൻ വ്യക്തമായി ആകാശം പ്രത്യക്ഷപ്പെടുന്ന വസ്തുത വ്യക്തമായിരിക്കും. 29-ന് പിറവി ചന്ദ്രൻ നോക്കാനും പിറവി ദർശനത്തിനനുസരിച്ച് ഒട്ടും തെറ്റുകൂടാതെ അടുത്ത മാസം ആരംഭിക്കാനും മുസ്ലിങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇതാണ് മുമ്പുള്ള നിലപാട്. അതല്ലാതെ
3 മാസം മാത്രം നോക്കിയാൽ മതി, അതിനെ കൽപ്പനയുള്ളൂ എന്നൊരു നിലപാട് നമ്മുടെ മുൻഗാമികൾ എവിടെയെങ്കിലും ഔദ്യോഗികമായിട്ട് പറഞ്ഞ ഒരു ഹിലാൽ കമ്മിറ്റി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് ഇപ്പോഴാണ് നമ്മളൊക്കെ ചില ആളുകളുടെ സംസാരത്തിലൂടെ കേൾക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ 3 മാസം കൽപ്പന കൊടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷാബാൻ 29 എന്ത് ചെയ്യണം? മാസം നോക്കണം. ശരി, ഇന്ന് ഷാബാൻ 29 നമുക്ക് മനസ്സിലാകാം. അതേപോലെ തന്നെ എല്ലാ മാസം നോക്കിയാലും ഒന്നിൻ്റെ തുടർച്ച ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഞാൻ ഒന്നുകൂടി വായിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലിമാ ദഹറ ബിമാ ദക്കർന ഔദുൽ മവാഖീത്തിൽ അഹില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മനസ്സിലാകും മീഖാത്തുകൾ അഹില്ലത്താണ്. എന്നിട്ട് അദ്ദേഹം പറയും ഫഇന്ന ജമീഅ അശ്ശുഹൂർ, മുഴുവൻ മാസങ്ങളും തുഹ്സബു ബിൽ അഹില്ല. ഇതിനുണ്ടാവേണ്ടത് എല്ലാ മാസങ്ങളും കണക്കാക്കേണ്ടത് അഹില്ലത്ത് കൊണ്ടാണ്. ഇതിപ്പോൾ വിസ്തുത്തിൻ്റെ നിലപാട് ഇത് യാഥാസ്ഥിക നിലപാടാണെന്ന് പറയുന്ന ആളുകൾ ഒരു പ്രാവശ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ യാഥാസ്ഥികനാണോ? അള്ളാഹുവിൻ്റെ ഖുർആൻ വിശദീകരിച്ച മുഫസ്സിറുകൾ യാഥാസ്ഥിക വിഭാഗമാണോ? ഒരു സംഘടനയോടുള്ള അമിതമായ എന്തോ അത് സ്വീകരിക്കാൻ ഒരു വൈമനസ്യം, ഇത് വിശുദ്ധക്കാർ പറയുന്നു എന്നുള്ളതുകൊണ്ട് സ്വീകരിക്കാൻ ഒരു വൈമനസ്യം ഉള്ളതുകൊണ്ട് ഈ രൂപത്തിൽ പദപ്രയോഗങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം. മാത്രം വൈൻഖാൻ അള്ളാഹു ജമിയാൻ നാഖിസൻ, ചിലപ്പോൾ എല്ലാ മാസവും പൂർണ്ണമായിരിക്കാം, ചിലപ്പോൾ ചിലത് നാഖിസായിരിക്കും. അതൊരു കാഴ്ചയാണ് എല്ലാ മാസത്തെ ഫൈന ജമിഅ അശ്ശുഹൂർ അൽ മുഹറം അസ് സഫർ എല്ലാം പെട്ട്